നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ആക്രമണങ്ങൾ അത്യന്തം ഹീനവും മനുഷ്യത്വരഹിതവുമാണെന്ന് പറയാതെ വയ്യ. ആരൊക്കെ കണ്ണടച്ചാലും ഇത് പരസ്യമായ രഹസ്യമാണ്. SFIയുടെ കൊലപാതക രാഷ്ട്രീയം കൊണ്ട് തച്ചുടയ്ക്കപ്പെട്ടതിൽ നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയും ജീവിതവുമുണ്ട്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ SFIയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥാണ് ഈ ആക്രമണങ്ങളിലൊക്കെ ഒടുവിലത്തെ ഇര. 1980-കൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അധികവും ഉണ്ടാവുന്നത്. സംഘടനയിലേക്ക് വിദ്യാർത്ഥി ഗുണ്ടകളുടെ കടന്നുകയറ്റവും അവർ കലാലയങ്ങൾ ഭരിക്കുകയും ചെയ്തതോടുകൂടി പീഡനങ്ങൾ സഹിച്ച വിദ്യാർത്ഥികൾ ധാരാളമാണ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIയുടെ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരതകൾക്ക് സമാനതകളില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് 2 ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിക്കുക, തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ച് മർദ്ദനം നടത്തുക, ഒടുവിൽ മരണത്തിന് കീഴടങ്ങുക. തന്റെ മകനെ സംഭവിച്ചത് എന്താണെന്ന് പരസ്യമായി പറയാൻ അന്ന് വിചാരണ കണ്ട നൂറുകണക്കിന് കുട്ടികളിൽ ആരും തയ്യാറാകാത്തത് ക്യാമ്പസിൽ SFIയുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടാണെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ടൂളാക്കി മാറ്റാമെന്ന ചിന്തയിലാണ് കോൺഗ്രസും BJPയും ഉള്ളതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആഷോ ആരോപിക്കുന്നുണ്ട്. ആരെയും കൊലപ്പെടുത്തുന്നതല്ല SFIയുടെ രാഷ്ട്രീയമെന്നും സിദ്ധാർത്ഥനെ SFI ആക്കിക്കൊണ്ട് സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ SFI ശ്രമിച്ചിട്ടില്ലെന്നും ആഷോ കൂട്ടിച്ചേർത്തു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് ആഷോ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. 2018 ഡിസംബർ 2-ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന ആക്രമണത്തിൽ ആഷോയുടെ പങ്കും നാം എല്ലാവരും കണ്ടതാണ്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി നിസാമിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ആഷോ. SFIയുടെ ക്യാമ്പസ് പീഡന കഥകൾ അങ്ങനെ ഒറ്റയടിക്ക് അവസാനിക്കുന്നതല്ല. 1996 സെപ്റ്റംബർ 17-ന് പരുമല കോളേജിലെ വിദ്യാർത്ഥികളെ എറിഞ്ഞുകൊന്ന SFIയുടെ ക്രൂരത നാം മറന്നു പോകരുത്. കോളേജിന് പുറത്തുനിന്നും എത്തിയ സംഘം വിദ്യാർത്ഥികളെ ഉള്ളിലാക്കി ഗേറ്റ് പൂട്ടുന്നു. 1996 സെപ്റ്റംബർ 17-ന് പരുമല കോളേജിലെ വിദ്യാർത്ഥികളെ എറിഞ്ഞുകൊന്ന SFIയുടെ ക്രൂരത നാം മറന്നു പോകരുത്. കോളേജിന് പുറത്തുനിന്നും എത്തിയ സംഘം വിദ്യാർത്ഥികളെ ഉള്ളിലാക്കി ഗേറ്റ് പൂട്ടുന്നു. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓടി പമ്പയാറ്റിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ ശക്തമായി കല്ലെറിഞ്ഞ് നദിയിൽ മുക്കി താഴ്ത്തിയ സംഭവം സമൂഹ മനസാക്ഷിയെ തന്നെ നടുക്കുന്നതായിരുന്നല്ലോ. അതുപോലെ 2019 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ആറ്റുകാൽ SFI ലോക്കൽ കമ്മിറ്റി അംഗവും പൊളിറ്റിക്സ് വിദ്യാർത്ഥിയുമായ അഖിലിനെ നൂറുകണക്കിന് സഹപാഠികൾ നോക്കി നിൽക്കുകയാണ് SFI നേതാവ് നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. കേരളത്തിലെ പല കോളേജുകളിലും SFIക്ക് ഇടിമുറി എന്ന പേരിൽ പീഡനമുറികൾ ഉണ്ടായിരുന്നു എത്രേ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ക്രൂരതയാണ് ഇവരുടെയൊക്കെ രക്തത്തിലുള്ളതെന്ന്. അതുപോലെ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ 2023 ഓണാഘോഷ പരിപാടിക്കിടയിൽ CPM നേതാവിന്റെ മകനെ മുഖത്തും മുതുകിലും തടിക്കഷ്ണം കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അന്ന് 3 SFI നേതാക്കൾക്കെതിരെ കേസെടുത്തിരുന്നു. ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് കൊലപാതക രാഷ്ട്രീയമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI എന്ന സംഘടനയെ ഇനിയും ഇങ്ങനെ അഴിച്ചുവിട്ടാൽ കലാലയങ്ങളിൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു.